ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏലക്കായ് തോട്ടമല്ല, ഏലക്കായ് ഉള്ള സ്ഥലത്താണ്. ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ കണ്ട, വലിയ വലിയ മീനുകൾ കാലിനിങ്ങനെ കടിക്കുക, ഇതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോക്കാണ്. ഹായ് ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇതിൻ്റെ മുകളിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി രാവിലെ തന്നെ നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായി. ഇനി അത് കിട്ടുമോയെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ. അതിൻ്റെ കൂടെ ഒരു വാട്ടർഫോൾസും കൂടി ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏലക്കായ് തോട്ടമല്ല, ഏലക്കായ് ഉള്ള സ്ഥലത്താണ്. കാരണം നമ്മൾ ഇതുവരെ ഏലക്കായുടെ മരങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. നിങ്ങൾ കാണാത്ത ആരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതാണ് ഏലക്കായുടെ മരം എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഇലകളുള്ളത് ഏലക്കായ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു സംഭവമാണ് ഇതാ, ഈ വിരിഞ്ഞ പോലത്തെ സാധനമാണ് ഏലക്കായ്. ഇത് മുട്ട് ഇനി ഏലക്കായ് ആയിട്ട് വരണം. ഗൈസ്, ഇതാ ഇവിടെയും കൂടിയുണ്ട് ഏലക്കായുടെ കണ്ടമാനുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെയാണ് ഏലക്കായുടെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് മുളച്ചു വരുന്ന ഈ സംഭവം ഇല്ലേ, ഈ കായ് ഇത് കട്ട് ചെയ്തിട്ടാണ് വേറെ നടുക. അപ്പോൾ അതാണ് ഏലക്കായിൻ്റെ മരവും തോട്ടവും ഇതെല്ലാം വരുന്നത്. ഇതിൻ്റെ സെപ്പറേറ്റ് ഫാക്ടറി ആയിട്ട് തന്നെ ഉണ്ട്, അല്ല ഇതിൻ്റെ വേറെ തന്നെ ഒരു ഫാമായിട്ട് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുകൊണ്ട് ഇവർ ഇവിടെ വന്നിട്ട് കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൊട്ടാസ് ഫാം വേൾഡിലാണ്. ചെഞ്ചൂട്ടി ഇത് ഇവിടുന്ന് നമ്മുടെ തൊട്ടിലെല്ലാം ആടുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെറിയ ഒരു ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പോവാണ്. അപ്പോൾ നേരെ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. നല്ല നല്ല സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ്. ഫൺ ഫ്ലോട്ട് എന്ന് പറയുന്ന സംഭവത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഫൺ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ ഷെയ്ക്ക് ചെയ്യും. ഒരു നടക്കാനുള്ള ഇതാ ഇപ്പോൾ ഒരു കുട്ടി നടന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ചെയ്യാൻ പോകുന്ന സംഭവത്തിൻ്റെ വരുന്നത് ഫൺ ഫിഷിങ്. അതിനുശേഷം റൈഡ് പോയിട്ട് വരാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എക്സ്റ്റസി റൈഡ്. അപ്പോൾ അതിൽ നമ്മൾ ഇതാണ് ബോട്ട് പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ 30 മിനിറ്റത്തോളം റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സെലിയും ചെഞ്ചു ഇരുന്നിട്ടുണ്ട്. ഞാനിതാ ഇതിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. എൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ കണ്ട, വലിയ വലിയ മീനുകൾ കാലിനിങ്ങനെ കടിക്കുക, ഇതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോക്കാണ്. നമ്മളെ കൂടത്തോടെ ഈ മീൻ വരും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ നിങ്ങൾ അടിമാലി ഭാഗത്തൂടെ പോവുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് തീർച്ചയായിട്ടും വരണം. ഞാൻ ഇതിൻ്റെ സംഭവങ്ങൾ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. വേറെ തന്നെ വൈബാണ് ഈ സ്ഥലത്തിൻ്റെ. കാരണം ഈ ഇവിടെ വന്നിട്ട് നമുക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല കേട്ടോ. എന്താ പറയാ, മൂന്നാർ വന്നിട്ട് എല്ലാ സംഭവവും കാണാനും ഒന്ന് രണ്ടും ഒന്നല്ല, കുറേ ഫുള്ള് ഒരു എന്താണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മൊത്തത്തിൽ. ഇത് മിസ് ചെയ്യാറുണ്ട് ശരിക്കും. ഇത് നമ്മൾ മിസ് ചെയ്തതിന് ഒരു നഷ്ടമായി, അല്ലെ? വലിയ നഷ്ടമായി. നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെർ ഹെഡ് ഇത് വേറെ രണ്ട് സംഭവം കൂടിയിട്ട് നമുക്ക് 450 രൂപ വരുന്നത് പെർ ഹെഡ്. ചെറിയ കുട്ടിക്ക് ചാർജ് വേറെ ഈടാക്കിയിട്ടില്ല. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna wait. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി, മസ്റ്റ് ട്രൈ. എന്തായാലും ചെയ്യണം, അടിപൊളി. പേടി മാറി. അല്ല, ഈ മീനിൻ്റെ ഒരു എന്താ പേടിയല്ല, ഒരു ഇക്കളയാമാല ഒരു സംഭവം. കാലൊന്നും ഇടല്ല, കൈയിടല്ല. ഇപ്പം കാലിട്ടെടുത്ത് കൈയിട്ടെടുത്ത് ഓളാണ് കൈവ തീറ്റയെല്ലാം വെച്ചിട്ടെ. ചെഞ്ചുട്ടി എങ്ങനെയുണ്ട്? സൂപ്പറാ. ഗൈസ്, വട്ടവടയിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തീരെ എനിക്ക് വയ്യാതായി. അപ്പോൾ നമ്മൾ വട്ടവടയിലേക്ക് പോയിട്ടില്ല. വട്ടവടയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 6 മണിക്ക് മുമ്പെങ്കിലും തിരിക്കണം. നമ്മൾ ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അടിപൊളി. സെലീന വെള്ളച്ചാട്ടത്തിൽ ഇരുന്നിട്ടിതാ പായസം, എന്ത് പൊടിയരി പായസ, മുളയരി പായസ കുടിക്കുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കൊക്കെ വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റും. ഓരോ ഭാഗത്തും ഇതുപോലെ നല്ല നല്ല വാട്ടർഫോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. അപ്പോൾ ഇന്നലെ പൊട്ടാസ് ഫാം വേൾഡിൽ നിന്ന് നേരെ ഇവിടത്തേക്ക് എത്തിയത്. അപ്പോൾ ഇന്നലെ ഫുൾ ടയർഡായതുകൊണ്ട് വലിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ആയി ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.